ഗൈസ്, അങ്ങനെ ലീക്കായതിനെ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ എമ്പുരാന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ട്രെയിലർ റിയാക്ഷൻ അല്ല, ഡ്രാഗൺ ആരാണെന്നുള്ള ചോദ്യത്തിൻ്റെ എൻ്റെ ഒരു പേഴ്സണലി എനിക്ക് തോന്നിയ കാര്യമാണ് പറയാൻ പോകുന്നത്. ഞാൻ കുറേ കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പം അതാവാനാണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി. അപ്പം നമുക്ക് എന്തായാലും ട്രെയിലർ ആദ്യം മുതൽ കാണാം. ലൈക്ക പിന്മാറി നാരത്തര പോയി ലൈക്ക കാണും. എൻ്റെ മക്കളല്ല എൻ്റെ പിന്തുടർച്ചക്കാർ. എന്നെ പിന്തുടരുന്നവർ ആരാണോ അവരാണ് എൻ്റെ മക്കൾ. PK രാംദാസ് ബാക്കി വെച്ചിട്ട് പോയ ഈ യുദ്ധത്തിൽ ഈ പാർട്ടിയെയും ഈ സംസ്ഥാനത്തിനെയും നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. കേരളത്തിലെ കപട മതേതരവാദികൾ ഞെട്ടിത്തരിക്കാൻ പോകുന്ന ഒരു വാർത്ത നമ്മൾ ഉടൻ തന്നെ കേൾക്കും. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. പുതിയ പാർട്ടി മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഈ ഡ്രഗ് കാർട്ടൽസ് നിങ്ങളത് കണ്ടായിരുന്നോ? മറ്റേ ഡ്രാഗണിൻ്റെ ഞാൻ സസ്പെൻസ് ആയിട്ടൊന്നും വെക്കുന്നില്ല. എനിക്ക് പേഴ്സണലി തോന്നുന്നു നമ്മുടെ എല്ലാ കഥയ്ക്കത് ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ആ ഫോട്ടോയും ടോവിനെയോട്ട് നല്ല സാമ്യം തോന്നുന്നു. എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്ക് തോന്നുന്നതാണ്. കുറേ കാര്യങ്ങൾ എടുത്ത് നോക്കിയപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ വില്ലനാവാനല്ലേ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി, ചാൻസ് കൂടുതൽ ടൊവിനോ ആണെന്നാണ് എൻ്റെ നിഗമനം. നിങ്ങളുടെ നിഗമനം നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ആദി ഗ്രൂപ്പ്സ് ഇവരെല്ലാം ജനറലി കേക്കെതിരാണ്. സ്റ്റീഫൻ, where is he now? Ma'am, you are going live. 5, 4, 3. എവിടൊക്കെയാണ് ഷൂട്ടിങ്? പൈസ അവരെ പൊട്ടിച്ചിട്ടുണ്ട്. വാരും അത് വേറെ കാര്യം. പൈസ വേറെ ഇരിക്കുന്നതിനാണ്. അമ്മാതിരി പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ്. ഓരോ ഷോട്ടും അമ്മാതിരി ഷോട്ടാണ്. അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ്, തമോ ഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മണിക്കുട്ടനൊക്കെ ഉണ്ട്. ജാൻവി അല്ലാതെ ഇന്ന് ഈ ലോകത്ത് രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. പണ്ടെപ്പോഴോ കേരള രാഷ്ട്രീയത്തിൽ വെറും ഒരു MLA മാത്രമായിരുന്ന ഒരാൾ. അയാളെ എന്തിനാണ് സാർ ഇങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ടൊവിനോ പറയുന്നതിനകത്ത് ഡൗട്ട് അടിക്കാൻ ചാൻസ്. കാരണം ഫിസിക്കലി സെറ്റായിട്ട് ഒരാളാണ് പുള്ളിക്കാരൻ. വലിയ ഏജിലുള്ള ആളായിട്ട് തോന്നുന്നില്ല ഈ പുറകെ ഡ്രാഗൻ്റെ പടമുള്ള ആൾ. പിന്നെ ഏതൊരു കഥയിലെ പോയി ട്വിസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ജിതിൻ രാംദാസ് പുറത്തായിരുന്നെന്ന് പറയുന്നുണ്ട് ലൂസിഫറിനകത്ത്. ആയിക്കൂടാന്നില്ലല്ലോ. അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? Because the enemy of an enemy is a friend. മോനെ We have to end this war. So Stephen, come back. Save your land. Save God's own country. ഒക്കെ ഡീറ്റെയിലിംഗ് ഉണ്ട്. But answer this one question. Who are you really? Lucifer.
എൻ്റെ മോനെ. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. തീയെന്നൊന്നും പറഞ്ഞാൽ പോരാ, പക്ഷേ വില്ലൻ ഇപ്പോഴും സസ്പെൻസാണ്. ടൊവിനോ ആവാനാണ് ചാൻസ്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാളാവാനാണ് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി. കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലല്ല കഥ വരുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ടൊവിനോ ആവാനാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു 70% ഓഫ് ചാൻസ് ടൊവിനോ ആവാനാണ്. അല്ല അത്രയും ഫിസിക്കലി സെറ്റായിട്ടുള്ള വേറെ അല്ലെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നിന്ന് വേറെ ആരും ആവാൻ ചാൻസ് ഇല്ല. മമ്മൂട്ടിയൊന്നുമല്ല, കുറേ പൊട്ടന്മാരാണ്. മമ്മൂട്ടിയൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഫസ്റ്റ് ഡേക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. അത് പറ്റുവാണെന്നുണ്ടെങ്കിൽ നോക്കാം. റിവ്യൂ ഇന്ന് റിവ്യൂവിൻ്റെ ആവശ്യമില്ല. നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണാനേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആരാണ്? ടൊവിനോ ആണോ വില്ലൻ? നായകൻ തന്നെ വില്ലനായുള്ള അവസ്ഥ എന്ന് അറിയിച്ചേ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തും.